ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വിഷയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് 2026 എന്ന പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡിവൈൻ ഗൈഡൻസസ്. അത് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്, സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2025 അതായത് ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ഹീല് ചെയ്യാൻ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്? 2026 കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് എന്തെല്ലാമാണ്? 2026 എന്ന വർഷത്തിൽ നിങ്ങളുടെ പ്രോമിനൻ്റ് എനർജി എന്തായിരിക്കും? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്പെസിഫിക്കലി, അതായത് ഇമോഷൻസിലൊക്കെ നിങ്ങൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം? 2026 നിങ്ങളുടെ സോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങളുടെ സോള് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതിനു വേണ്ടിയുള്ള ഏഞ്ചൽ ഗൈഡൻസ് എന്താണ്? ആൻഡ് 2026 സെൽഫ് ലവ് ഗൈഡൻസ് എന്താണ്? ഇങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജെൻറ്റിൽനെസ് റീഡിംഗ് ആണ്. കൂടാതെ 2026 എന്ന വർഷം അവസാനിക്കുന്നിടം വരെ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു 1 ഇയറിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നിങ്ങൾ കാണുന്നത് എങ്കിൽ ആ സമയത്താണ് നിങ്ങൾ ഇതറിയേണ്ടത്. ആൻഡ് അതൊരു കോയിൻസിഡൻസ് അല്ല എന്നും മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ ഇത് അറിയേണ്ടത് തന്നെയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് പറയുന്നതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ 2 ഗ്രൂപ്പ്സ് എടുത്തു വച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളർ ഫ്ലവേഴ്സ് ആണ് ഉള്ളത്. വൺ ഇസ് പീച്ച് കളർ ആൻഡ് വൺ ഇസ് യെല്ലോ കളർ. ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്കിതിലേത് കാർഡിനോടാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത്, ആ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. സോ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 പീച്ച് കളർ ഫ്ലവർ സെലക്ട് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ് ഹലോ ഗ്രൂപ്പ് നമ്പർ 1, ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. 2026 കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾക്കുള്ള കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. സോ 2025 നിങ്ങൾ ഹീൽ ചെയ്യാൻ ഇനിയും ബാക്കിയുള്ളത് എന്താണ് നമുക്ക് നോക്കാം. ഗെറ്റ് ലോസ്റ്റ്, fall deep into the realm of imagination and longing for love, loneliness. ഇതാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. 2025 നിന്നും നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത്. ആൻഡ് 2026 നിങ്ങളുടെ പ്രോമിനൻ്റ് എനർജി എന്തായിരിക്കും? പ്യൂരിഫിക്കേഷൻ ആൻഡ് വി ഹാവ് സോളാർ ഫ്ലെയേഴ്സ്. ഓക്കെ, ഗ്രേറ്റ് എനർജി. ആൻഡ് വാട്ട് ടു എക്സ്പെക്ട് ഇൻ റൊമാൻസ് ആൻഡ് റിലേഷൻഷിപ്പ്, ചിൽഡ്രൻ, യുവർ ലവ് ലൈഫ് ഇസ് ബീങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൻ എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ നിങ്ങളുടെ സോൾ എന്തെല്ലാമാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്വീൻ ഓഫ് സ്വാർഡ്സ്, പേജ് ഓഫ് കോയിൻസ്, 7 ഓഫ് വാൻഡ്സ്, envy, honesty, and then we have happiness. And this is your angel guidance. Star bathing, light body, crystal grid, transmission and activation. നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ സോ യുവർ ഏഞ്ചൽ ഗൈഡൻസ് ഇസ് ദിസ്. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ 2026 എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്കത് അവൈലബിൾ ആണ്. അതുപോലെ 2026 കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഡിവൈൻ ഗൈഡൻസസ് എന്താണ് എന്നുള്ളതും നിങ്ങൾക്ക്
ഇപ്പോൾ ഡിസ്കൗണ്ടഡ് റേറ്റ്സിൽ പേഴ്സണൽ റീഡിങ്ങിലൂടെ അറിയാവുന്നതാണ്. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുമെങ്കിൽ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള റീഡിംഗ് എടുക്കാവുന്നതാണ്. ഓക്കെ, സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണ്, മെഡിറ്റേഷൻസ് ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് പഠിക്കാവുന്നതാണ്. ഓൺലൈൻ കോഴ്സസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഡൈവ് ഇൻ ടു യുവർ റീഡിംഗ്. നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, അപ്പോൾ 2025 നിങ്ങൾ ഇനിയും ക്ലിയർ ചെയ്ത് ഹീൽ ചെയ്ത് എടുക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ക്യാരക്ടറിലുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഗെറ്റ് ലോസ്റ്റ് ആൻഡ് ലോൺലിനെസ് എന്നുള്ളത്. ഈ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുമ്പോൾ പുതിയ എക്സ്പീരിയൻസുകളിലേക്ക് നിങ്ങളെ സ്വയം നിങ്ങൾ അലൗ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു കൺട്രോളിങ് നേച്ചർ ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് വിട്ട് കളയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതൊരു പാറ്റേൺ പോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും നിങ്ങൾക്കൊരു കൺട്രോൾ വേണം. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഒരു തോട്ട്. നമുക്കെപ്പോഴും പ്ലാനിങ് ചെയ്യാം, നമ്മൾ ചെയ്യാനുള്ളത് അതിനനുസൃതമായിട്ട് ചെയ്യുകയും വേണം. എന്നാൽ നമ്മൾ ഒരു കാര്യം ഇന്ന രീതിയിൽ നടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലും ഗംഭീരമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കും യൂണിവേഴ്സ് ആ ഒരു കാര്യം നമ്മളിലേക്ക് എത്തിക്കുക. പക്ഷെ നിങ്ങൾ വിചാരിച്ച റൂട്ട് എന്ന് പറയുന്നത് എ ആണ് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് ചിലപ്പം സെഡ് ആയിരിക്കും. ആ സെഡിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളിടത്താണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തുക. അപ്പം അതിന് കുറച്ചൊക്കെ ഒരു ഇമാജിനേഷൻ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കണം. ഇന്ന രീതിയിലൊരു എക്സ്പീരിയൻസ് പുതിയതായിട്ട് പ്ലാനിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്നും എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എനിക്ക് എത്താം, എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താം എന്നുള്ള ആ ഒരു ക്വിക്ക് പ്ലാനിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്വിക്ക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം, അവസരങ്ങളെ വിനിയോഗിക്കാനുള്ള കഴിവ് എന്ന് പറയാം, അത് ഉണ്ടായിരിക്കണം. ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് നിങ്ങളുടെ മൈൻഡിനെ ഇതിനായി പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പുതിയ പുതിയ പ്ലേസസ് ഫിസിക്കലി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു പ്ലാൻ പ്രത്യേകിച്ചില്ലാതെ, പ്ലാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്നൊരു പ്ലേസിലേക്ക് പോവാണ്, അപ്പോൾ അവിടെ എന്താണ് എന്നുള്ളത് പ്രത്യേകിച്ചൊരു പ്ലാൻ ഇല്ല, പക്ഷെ നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും വില്ലിങ് ആണ്, റെഡിയാണ് എന്നുള്ള തരത്തിൽ ഒന്ന് പോയി നോക്കുക. അങ്ങനെ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു ഫ്രണ്ടിനെ കൂടെ കൂട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു നാവിഗേഷൻ ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരാളുടെ കോൺടാക്റ്റ് കയ്യിലുണ്ടാവുക. സോ ദാറ്റ് യു ഫീൽ സേഫ്. അതായത് ഞാൻ പുതിയ എക്സ്പീരിയൻസിലേക്ക് പോവുകയാണ്, എനിക്ക് വഴി തെറ്റിപ്പോയാൽ എനിക്കൊരാളുണ്ട് വിളിച്ച് ചോദിക്കാൻ അറിയാവുന്ന ഒരാൾ എന്നുള്ളത് നിങ്ങൾക്കൊരു സേഫ്റ്റി ആൻഡ് അഷുറൻസ് തരും. പെട്ടെന്ന് പുതിയൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ റൊട്ടീൻ ബ്രേക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ പാനിക് ആവുന്നത്, അങ്ങനെ നിങ്ങളൊരു പ്ലാൻ, സേഫ് പ്ലാൻ സൈഡിൽ വെക്കുമ്പോൾ നിങ്ങൾക്കത് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ കൺട്രോളിങ് നേച്ചറിന് നിങ്ങൾക്ക് കുറച്ചൊന്ന് പുറത്ത് കടക്കാനും കൂടെ സാധിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഹീൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ലോൺലിനെസ്സിനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിട്ടുള്ളവരാണ് ഗ്രൂപ്പ് നമ്പർ 1. അങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ്? സഹിച്ചൊരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ലവിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റയ്ക്കായി പോകുന്ന ഭീതി കൊണ്ടാണ്. ഇത്രയെങ്കിലും ഉണ്ടല്ലോ, ഇതില്ലെങ്കിൽ ഞാൻ തികച്ചും ശൂന്യമായി പോകും എന്നുള്ള പേടി കൊണ്ടാണ്, ഭയമാണ് നിങ്ങളെ ലവ്ലെസ് റിലേഷൻഷിപ്പിൽ നിർത്തുന്നത്. അത് ശരിക്കും കർമ്മ നിങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്, ആവശ്യമുള്ളതിലും കൂടുതൽ. ഇത് നിങ്ങളെ കൂടുതൽ ട്രോമറ്റൈസ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം ലെറ്റ് ഗോ ചെയ്യുക, നിങ്ങളുടെ സോളിന് വേണ്ടത് പാറ്റേൺസിനെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. ബീയിങ് വിത്തൗട്ട് ലവ് ഈസ് ഓക്കെ എന്ന് മനസ്സിലാക്കുക. അടുത്തൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ അട്രാക്റ്റഡ് ആവണമെങ്കിലും, നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വരണമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രിപ്പയർ ആവണം അതിന്. ആ വൈബ്രേഷനിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് റിലേഷൻഷിപ്പുകളിൽ നിന്നും, കാർമിക് ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ നിന്നും ഇറങ്ങിയിട്ട് നിങ്ങളായി ഒതൻറ്റിക്കായി നിങ്ങളെ സെൽഫ് കെയർ ചെയ്ത്, നിങ്ങളെ പാമ്പർ ചെയ്ത്, നിങ്ങളുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഒരു സമയത്തായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ 2025 നിന്നും ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഇവിടെ എടുത്ത് കാണിക്കുന്നു. ഇനി 2026 എന്ന് പറയുന്ന ഒരു വർഷം നിങ്ങൾ എന്ത് പ്രോമിനൻ്റ് എനർജിയിലായിരിക്കും ഉള്ളത്? വി ഗോട്ട് ആക്ടിവേറ്റ്, സോളാർ ഫ്ലെയർ ആൻഡ് പ്യൂരിഫിക്കേഷൻ, നമ്പർ 34 ആൻഡ് 17. ഓക്കെ, അതായത് 7, 8 അസെൻഡിങ് ആണ്. അപ്പം നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ പ്രോഗ്രസ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് 7 തന്നെ നോക്കാം. ഇവിടെ ഗംഗാ നദിയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇന്ത്യയാണ്, സ്പിരിച്വൽ ലാൻഡാണ് കാണുന്നത്. സോ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ തന്നെയാണ് നിങ്ങൾ 2026 അണ്ടർഗോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലട്ടേഴ്സ് റിമൂവ് ചെയ്യുക. അതിനാദ്യപടിയായിട്ട് നിങ്ങളുടെ റൂമിൽ ഉള്ള ക്ലട്ടർ റിമൂവ് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലുള്ള ക്ലട്ടർ റിമൂവ് ചെയ്യുക. അതും ഒരു തരത്തിൽ നിങ്ങളോട് തന്നെ പറയുകയാണ്, എനിക്ക് എൻ്റെ ചുറ്റുപാടും എൻ്റെ ഉള്ളിലും മാലിന്യങ്ങൾ എനിക്കിഷ്ടമല്ല, ഞാനത് റിമൂവ് ചെയ്യാൻ റെഡിയാണ്, ഡീക്ലട്ടർ ചെയ്യാൻ ഞാൻ റെഡിയാണ്, ഡീടോക്സ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങളുടെ ഗട്ട്, അതിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഗട്ട് ഹെൽത്തി ഫുഡ് കഴിക്കുക. സമാധാനം എന്നുള്ളതിന് ഉപരിയായിട്ട് നിങ്ങൾ ഒന്നിനും പ്രയോറിറ്റി കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ സെൽഫ് കെയറിനെക്കാട്ടിലും, നിങ്ങളുടെ ബോഡി കെയറിനെക്കാട്ടിലും പ്രയോറിറ്റി നിങ്ങൾ ഒന്നിനും നൽകാതിരിക്കുക. വർക്കൗട്ട്സ് ചെയ്ത് നിങ്ങളുടെ ബോഡിയെ പ്യൂരിഫൈ ചെയ്ത് വയ്ക്കുക. ഇഷ്ടമുള്ളത് പലതും നമുക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കാം, പക്ഷേ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് കേടാണെങ്കിൽ, ശരീരമില്ലാതെ ആത്മാവിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഇനി വീക്കായ ഒരു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എന്ത് ചെയ്യാനാണ് ആത്മാവിന്? അപ്പോൾ ഈ ഒരു ജന്മം ആത്മാവിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ എടുത്തത് വ്യർത്ഥമാക്കാതിരിക്കുക എന്നുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വരുന്നു. സോൾ ലെവൽ തിങ്കിങ് ആണ് ഉണ്ടാകുന്നത്. സോ ഈറ്റ് ലൈറ്റ്ലി, ഡ്രിങ്ക് ഫ്രഷ് വാട്ടർ, അതുപോലെ സ്ട്രോങ് ലൈഫ് ഫോഴ്സ് എനർജി തരുന്ന ഭക്ഷണം കഴിക്കുക. അതായത് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ കഴിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഒരു തോട്ട് ഉണ്ടാകും. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള വ്യക്തികൾ ഈ ഒരു മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ഒരു വർഷം ഏതെങ്കിലും ഒരു മാസങ്ങളിൽ എത്തുന്ന സമയത്ത് നോൺ വെജ് നിർത്താം, ഇനി എനിക്കത് ഇഷ്ടമല്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. അത് നിങ്ങളൊരു ഹയർ വൈബ്രേഷനിൽ എത്തുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ആ തോട്ട് മനസ്സിലുണ്ടാകുന്നത്. ശരീരം ഡീടോക്സ് ചെയ്യുന്നത് വഴി മനസ്സ് ഡീടോക്സ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാകും. മനസ്സും ഡീടോക്സ് ചെയ്യുന്നത് വഴി ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ നിന്നും, സെൽഫ് പ്രയോറിറ്റി ഇല്ലാത്തടത്ത് നിന്നും, സെൽഫ് റെസ്പെക്റ്റ് ലഭിക്കാത്തടത്ത് നിന്നും ഒക്കെ ഇറങ്ങുമ്പോഴും, നമ്മളായി ഇരിക്കാൻ തീരുമാനിക്കുമ്പോഴും അവിടെ നിങ്ങൾക്ക് മൈൻഡ് പ്യൂരിഫിക്കേഷനും നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്പിരിച്വാലിറ്റി. ഈ സ്പിരിച്വാലിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതാണ് 2026 നിങ്ങൾ കൂടുതലായിട്ടും മനസ്സിലാക്കുന്ന കാര്യം. ഇതെങ്ങനെയായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്, എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും വന്നു ചേരുന്നത്? അതിനാണ് നമുക്ക് സോളാർ ഫ്ലെയേഴ്സ് വന്നിരിക്കുന്നത്. ചേഞ്ച് ഇസ് ഇൻ ദ എയർ. മാറ്റം ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റെസ്റ്റ്ലെസ് മൂഡിലൂടെ നിങ്ങൾക്കത് വരുന്നതായിരിക്കും. ഒരു സ്പാർക്ക്,
നിങ്ങൾക്കുണ്ടാകും. അത് ആ സ്പാർക്ക് എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് സ്പാർക്ക് ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു മോട്ടിവേഷണൽ സ്പാർക്കായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെ മീറ്റ് ചെയ്യാൻ പോവാണ് 2026. അത് നിങ്ങൾക്ക് ഇതുവരെ അറിയുന്ന വ്യക്തിയുമായിരിക്കാം, പക്ഷെ അവരെ നിങ്ങളൊരു പുതിയ ഡയമെൻഷനിൽ കാണുകയാണ്. എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഇവരിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരുടെ ഒരു തിങ്കിങ് പാറ്റേൺ ഉണ്ടല്ലോ, ഇതെനിക്ക് ഇൻസ്പിറേഷനാണ്. അതുപോലെ നിങ്ങൾ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവർ ജീവിക്കുന്നത് പോലെയാണ് എനിക്കും ജീവിക്കേണ്ടത്, ഇവരുടെ തോട്ട് പ്രോസസ്സാണ് എനിക്കും ഉണ്ടാവേണ്ടത്, സോ ദാറ്റ് എൻ്റെ ഡ്രീംസിലേക്കുള്ള വൈബ്രേഷനിൽ ഞാൻ എത്തുന്നു. മാറ്റത്തിനുള്ള ആ ഒരു വലിയൊരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പാണ് 2026 നിങ്ങൾക്ക് വരുന്നത്. റെവല്യൂഷണറി ചേഞ്ചസ് ആണ് വരുന്നത്. ശരിക്കും ഒരു 180 ഡിഗ്രി ടേൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ അടിമുടി മാറാൻ പോവാണ് 2026. നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന സ്പിരിച്വൽ പ്രാക്ടീസസ്, അതായത് ഇങ്ങനെയുള്ള വീഡിയോസ് കേൾക്കുന്നതും നിങ്ങൾ സ്പിരിച്വൽ നോളജുകൾ വായിക്കുന്നതും ശേഖരിക്കുന്നതും എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതും മെഡിറ്റേഷനെ കുറിച്ച് അന്വേഷിക്കുന്നതും ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെയും ഒക്കെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നൊരു വർഷമായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് 2026 വരുന്നത്. 2026 നിങ്ങളുടെ സോൾ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന റിസൾട്ടുകൾ എന്താണ്? ക്ലാരിറ്റി ഓഫ് തോട്ട്സ്. അതുപോലെ ജോബ് നോക്കുന്ന വ്യക്തികൾക്ക് ഒരു കരിയർ ഓപ്പണിംഗ് ആൻഡ് സ്ട്രോങ് സ്പിരിച്വൽ ബൗണ്ടറി ആൻഡ് കോൺഫിഡൻസ് ആൻഡ് ഹോണസ്റ്റി, ഹാപ്പിനെസ് ആൻഡ് എൻവി ഒരു സ്പാർക്കായിട്ട് നമുക്ക് എടുക്കാം. അത് എൻവി എന്ന് പറയുന്ന ഒരു സ്പാർക്കിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ ജീവിതം കണ്ടിട്ടുണ്ടാകുന്ന ഒരു അസൂയാപരമായ സ്പാർക്ക്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ആ അസൂയ എന്ന് പറയുന്നത് അവർക്കുള്ള കാര്യങ്ങൾ നഷ്ടമായി പോകട്ടെ എന്നുള്ളതല്ല, അവർക്കുള്ളതുപോലെ എനിക്കും വേണം എന്നുള്ള മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ. അതാണ് നിങ്ങളുടെ മാറ്റത്തിനുണ്ടാകുന്ന സ്പാർക്ക്. അതുപോലെ നിങ്ങൾ സത്യസന്ധതയിൽ കാലുറപ്പിച്ച് നിൽക്കാനായിട്ട് പഠിക്കുകയാണ്. മേ ബി മനസ്സിൽ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനോ ഇംപ്രസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഞാൻ ഇതുപോലൊക്കെയുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് ന്യൂനതകളൊന്നുമില്ല, അല്ലെങ്കിൽ ഇംപ്രസീവ് ആക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഐ എം വെരി കൂൾ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നുണ്ടായിരിക്കും. മനസ്സിലുള്ള സത്യസന്ധമായ ഫീലിങ്സ് തുറന്നു പറഞ്ഞാൽ ഞാൻ ചെറിയ ആളായി പോകും എന്ന് കാണിക്കുന്നുണ്ടാവും. അതൊക്കെ ഈഗോയിലേക്ക് വഴി വെച്ചിട്ടുണ്ട്, ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇതാണെങ്കിൽ ഞാനത് ഓപ്പണായിട്ട് പറയും. പക്ഷെ ഞാൻ അവരെ ചേസ് ചെയ്യുകയോ ഞാൻ സാഹചര്യങ്ങളെ ചേസ് ചെയ്യുകയോ അതിന് അടിമപ്പെടുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഐ വിൽ എക്സ്പ്രസ് ഇറ്റ്. നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ എവിടെയാണ് തെറ്റുള്ളത്? ആ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മൂല്യം കിട്ടുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ആത്മാവിനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും അടിസ്ഥാനപരമായി വേണ്ടത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ ചോദിക്കുക, അതൊക്കെ തന്നെയാണ്. പക്ഷേ എല്ലാവരും എന്തൊക്കെയോ മെക്കാനിക്കലായിട്ട് അപ്പിയർ ചെയ്ത് അതാണ് സൂപ്പർ കൂൾ എന്ന് വിചാരിക്കുന്നതാണ്. നിങ്ങൾക്ക് ചെറിയൊരു കാര്യത്തിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് റിജോയ്സ് ചെയ്യത്തേ ഉള്ളൂ, സന്തോഷിക്കത്തേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്ത് വരുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നുള്ളതിൽ നിങ്ങൾ തന്നെ ആത്മാർത്ഥമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ ഹാപ്പിനെസ് വരുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്ന് നിങ്ങൾ യഥാർത്ഥമായിട്ട് ഫീൽ ചെയ്യാൻ പോവാണ്. അവിടെയാണ് നിങ്ങൾക്ക് ഇൻ്റലിജൻസ് ഓപ്പണായി വരുന്നത്. അതായത് ഏതൊരു സാഹചര്യത്തിനോട് ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല ബുദ്ധിപരമായ നീക്കം, അത് വേണ്ടെന്നല്ല. ഒരു സാഹചര്യം എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ എനിക്ക് ആക്ച്വലി അവിടെ ഉണ്ടായ ഇമോഷൻ എന്താണെന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവ്, അവെയർനെസ്, ബോധ്യം അതെനിക്കുണ്ടോ എങ്കിലാണ് ഞാൻ ആക്ച്വലി ഇൻ്റലിജൻറ്റ്.
ക്യാരിഡ് അവേ ആകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ആ ഫീലിംഗ് എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിപരമായ സൊല്യൂഷനും കൺക്ലൂഷനും ഡിസിഷനും ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങൾ കാണാൻ പോകുന്നൊരു വർഷമായിരിക്കും 2026. ആ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആൻഡ് ഇവിടെ ചില റിലേഷൻഷിപ്പുകൾക്ക് വലിയ വിലയും കൊടുക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് വരും. അതായത് ഇവിടെ യുവർ ലവ് ലൈഫ് ഇസ് ബീങ് എഫക്റ്റഡ് ബൈ ചിൽഡ്രൻ എന്നുള്ളൊരു മെസ്സേജ് എടുത്തു പറഞ്ഞു. റിലേഷൻഷിപ്പിലേക്കുള്ള ഒരു മെസ്സേജ് എടുത്തു പറയുന്നത് ആ റിലേഷൻഷിപ്പ് നമ്മളെ വല്ലാതെ നമ്മൾ എന്താണെന്നുള്ളതിനെ മോൾഡ് ചെയ്യുന്നുണ്ട് ഫോർ ഗ്രൂപ്പ് നമ്പർ 1. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മെസ്സേജ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ചോയ്സാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട മൂല്യമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ജീവിതം മുഴുവനും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിനോ വേണ്ടി തീരെഴുതി കൊടുക്കാനുള്ളതല്ലെന്നും കൂടി മനസ്സിലാക്കേണ്ട ആവശ്യം ഗ്രൂപ്പ് നമ്പർ 1-നുണ്ട്. കാരണം സെൽഫ് റെസ്പെക്റ്റും സെൽഫ് വർത്തും കളഞ്ഞ് പല റിലേഷൻഷിപ്പിലും നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒറ്റയ്ക്കായി പോകും എന്ന ഭയത്താൽ. ഇതില്ലെങ്കിൽ എന്തായി പോകും, ഇത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ ആയി പോവില്ലേ എന്ന പേടിയിൽ നിങ്ങളുടെ സെൽഫ് വർത്ത് കളഞ്ഞും നിൽക്കുന്നുണ്ട്. അവിടെ ഒരു പരിധി വരെ ഒരു തേർഡ് ഇൻഫ്ലുവൻസ് ഉള്ള റിലേഷൻഷിപ്പ്, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും അല്ലാത്തതായിട്ടുള്ള വേറെ ഒരു ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ട്. ആ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ലൈഫും ഉണ്ടായിരിക്കാം. അവരുടെ ലൈഫിൽ കുട്ടികൾ ഒരു ബാധ്യതയായിട്ടും അവർക്കുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാത്ത ബന്ധങ്ങളിൽ നിങ്ങൾ എന്തിനെന്ന് പോലും അറിയാതെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് ശരിക്കും നിങ്ങൾക്ക് ഈ ഹോണസ്റ്റി ആൻഡ് ക്വീൻ ഓഫ് സ്വാർഡ്സിൻ്റെ ഇമോഷൻസ് ക്ലബ്ബ് ചെയ്ത് വരേണ്ടത്. ആ സാഹചര്യത്തിലൊക്കെ ആക്ച്വലി നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾക്ക് എന്തോ സന്തോഷം സംതൃപ്തി കിട്ടുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അത് റിലേഷൻഷിപ്പ് അല്ല അവിടെയുള്ളത്. നിങ്ങളൊരു ട്രോമയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയം നിങ്ങൾ ആ റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുമ്പോഴും നിങ്ങളുടെ ട്രോമ വർദ്ധിക്കുകയാണ്. എങ്ങനെയുള്ള ട്രോമയാണ് വർദ്ധിക്കുന്നത്? അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്യാനുള്ള എനർജി നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ എനിക്ക് കിട്ടിയാൽ മതി, ഞാൻ ഹാപ്പി ആകും. അല്ലാതെ ഞാൻ ഡിസേർവ് ചെയ്യുന്നത് എന്താണെന്ന് പോലും എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന എനർജിയിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾക്ക് വിശക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് ഒരു തവി ചോറാണ് കഴിക്കേണ്ടതെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾക്കൊരു സ്പൂണാണ് ചോറ് നൽകിയത്, ഒന്നുമില്ലാത്തതിലും ഭേദമല്ലേ എന്നോർത്ത് നിങ്ങൾ അത് കഴിച്ചു വിശപ്പടക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ഇത്രയും സന്തോഷമാണ് ഡിസേർവ് ചെയ്യുന്നത്, പക്ഷെ ഒരു ഇത്തിരി പോകുന്ന സന്തോഷമാണ് കിട്ടുന്നത്. അതും യഥാർത്ഥത്തിൽ കിട്ടുകയല്ല, കിട്ടുന്നു എന്ന് കാണിച്ചു തരുന്നത്. എന്നിട്ട് അതിലങ്ങ് തൃപ്തിയായി നിൽക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങനെ കുറയ്ക്കുന്നത്? അവിടെയാണ് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ നിങ്ങൾക്കൊരു ഷോക്കിലൂടെ ആയിരിക്കും ലൈഫിലേക്ക് വരുന്നത്. നിങ്ങളൊരു റോളർ കോസ്റ്റർ റൈഡ് ഓഫ് ഇമോഷൻസിൽ പോവും. വേണം വേണ്ട, അവിടെയാണ് നിങ്ങളുടെ മനസ്സ് തോറ്റു പോകുന്നത്. ഒന്നുമില്ലാതെ നിൽക്കുന്നതിലും ഭേദം എന്തെങ്കിലും അല്ലേ എന്നോർത്ത് നിങ്ങൾ അതിലേക്ക് മനസ്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബൗണ്ടറി നഷ്ടപ്പെടുകയാണ്, നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് നഷ്ടപ്പെടുകയാണ്, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷീൽഡ് എടുത്ത് മാസ്ക് എടുത്ത് ധരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ പുറത്തു വരാനായിട്ടുള്ള ഒരു ഡിസിഷനൊക്കെ 2026 എടുക്കുന്നുണ്ട്. ആൻഡ് സെൽഫ് ലവിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഇതാണ്: ഡോണ്ട് ലെറ്റ് എ ബാഡ് ഡേ ട്രിക്ക് യു ഇൻ ടു തിങ്കിങ് യു ഹാവ് എ ബാഡ് ലൈഫ്. ഓക്കെ, ഓരോ ദിവസങ്ങളും പുതിയ ദിവസങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് മോശമായി എന്നുള്ളത് കൊണ്ട്
നിങ്ങളുടെ മാനസികാവസ്ഥ കുറച്ച് വഷളാകും, കുറച്ച് ഡൗൺ ആയി പോവും. പക്ഷെ അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ, അന്നത്തെ ഒരു ദിവസം ഉറങ്ങുന്നതിന് മുൻപ് അത് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മാനസികാവസ്ഥ അക്യുമുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് നരകമാക്കാനായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെത്തും. അതായത് ഇന്ന് ക്ലിയർ ചെയ്യാത്ത കാര്യങ്ങൾ നാളെ ബാഗേജാണ്, നാളെ ക്ലിയർ ചെയ്യാത്തത് വീണ്ടും ഇരട്ടി ബാഗേജാണ്. ഇതൊരാഴ്ച, ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം നിങ്ങളിത് ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ഏറ്റെടുക്കാനായിട്ട് തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷമം സന്തോഷം തരാൻ തുടങ്ങും എന്ന് നിങ്ങൾ വിചാരിക്കും, സാഡിസ്റ്റിക് തോട്ടിലേക്ക് പോകും. പിന്നെ നിങ്ങൾക്കിത് ഹീൽ ചെയ്യാൻ മടി വരാൻ തുടങ്ങും. അങ്ങനെ ക്രമേണ നിങ്ങൾക്ക് ആ നെഗറ്റീവ് തോട്ട്സ് ശീലമായി പോകും. പിന്നെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഉള്ളതിൽ നിന്നും താഴേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ ഒരു ദിവസത്തിനെ വീക്ഷിക്കുന്നത്, അതെങ്ങനെയാണ് എന്നുള്ളത് ജേർണൽ ചെയ്യുക. ആ ദിവസം കിടക്കുന്നതിന് മുമ്പ് കൂടുതലൊന്നും എഴുതണ്ട. എനിക്ക് ഇന്നത്തെ ഒരു ദിവസത്തിൽ എന്ത് ഇമോഷനാണ് മനസ്സിലുള്ളത് അത്രയുമെങ്കിലും എഴുതുക. ആ ഇമോഷൻ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻ ആണെങ്കിൽ അത് ഹീൽ ചെയ്യാതെ നിങ്ങൾ ഉറങ്ങരുത്. ഇൻ കേസ് നിങ്ങൾക്ക് ടയേർഡാണ്, ഉറക്കം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉറങ്ങുന്നതിന് മുൻപും ഇല്ല എങ്കിൽ ഈ ജേർണൽ ചെയ്ത് അവസാനിപ്പിക്കുക, ഉറങ്ങുക. എന്നിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക. അതായത് 4 മണി സമയത്ത് നിങ്ങൾ ഉണരുക. ഉണർന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ക്ലെൻസിങ് ആയിട്ട് അത് എടുക്കാൻ പറ്റും. നിങ്ങളുടെ ബാഡ് ഡേ, ബാഡ് മൂഡ് ക്രിയേറ്റ് ചെയ്ത് തന്നതിനെ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ ആ 4 മണി സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരൊറ്റ മെഡിറ്റേഷൻ കൊണ്ട് മാഗ്നിഫിസൻറ്റ് ഇഫക്റ്റ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾക്കുള്ള 2026 കടക്കുന്നതിന് മുൻപ് അറിയേണ്ട ഡിവൈൻ ഗൈഡൻസസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോയും നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ആൻഡ് ഷെയർ ടു യുവർ ലൗഡ് വൺസ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2 യെല്ലോ ഫ്ലവർ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. 2026 കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. സോ നിങ്ങൾ ആദ്യം 2025 നിന്നും ഹീല് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. Be still. Cultivate a space of stillness and silence to just be. Success, personal or professional achievement. ഓക്കെ, 2026 നിങ്ങളുടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള എനർജി എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഹാപ്പിനെസ്, നമ്പർ 19, ആൻഡ് ദെൻ വി ഹാവ് മൂൺ. ഓക്കെ, മൈൻഡ് ആൻഡ് ഹാപ്പിനെസ്. സോ ആ ഹാപ്പി മൈൻഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം? ഹണിമൂൺ, വാവ്, എ ന്യൂ റിലേഷൻഷിപ്പ് ഓർ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിനൊരു കമ്മിറ്റ്മെൻറ്റ്. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇനി 2026 നിങ്ങളുടെ സോൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ക്വീൻ ഓഫ് വാൻഡ്സ്, മേജറായിട്ട് ഉണ്ടാവുക ജഡ്ജ്മെൻറ്റ്, ആൻഡ് 9 ഓഫ് കപ്സ്, വിഷ് ഫുൾഫിൽമെൻറ്റ്. ഓക്കെ, കാർഡ്സ് കാണാമെന്ന് വിചാരിക്കുന്നു. And then we have forgiveness, pride, health. Okay. And ഇത് നിങ്ങൾക്കുള്ള ഏഞ്ചൽ ഗൈഡൻസ് ആണ്. The whale and orca elders. Share your song, frequency of sound, diving deep. നമുക്കത് ലാസ്റ്റ് നോക്കാം. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
ഈ ഒരു വിഷയത്തിൻ്റെ എക്സ്റ്റൻഡഡ് ഗൈഡൻസസിനും അതല്ലെങ്കിൽ 2026 ഓവറോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതിനൊക്കെ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗൈഡൻസസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്ങോ അല്ലെങ്കിൽ സ്പിരിച്വൽ മെഡിറ്റേഷൻ ഗൈഡൻസസ് ആവശ്യമാണെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ, ടാരറ്റ് റീഡിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടാണ് നമ്മൾ കോഴ്സസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. മനസ്സിൽ നിന്നും നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് ബി സ്റ്റിൽ. ഓക്കെ, ചില സമയമെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്നതും ഒന്നും ചെയ്യാതിരിക്കുന്നതും ഒരു ഹീലിംഗ് ആണെന്ന് മനസ്സിലാക്കുക. അവിടെ നിന്ന് നിങ്ങൾ നിത്യേനയായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. എന്ത് ഫീലിങ്സ് ആണ് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ കാമായിട്ടിരിക്കുന്ന സമയത്ത്, ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രോമിനൻറ്റ് തോട്ട് എന്താണ്? നെഗറ്റീവ് ഫീലിങ്സ് ആണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക. പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയം നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്തതിന് ശേഷം വെറുതെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യാം, മാനിഫെസ്റ്റേഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സമയമാണ് ഇത്. നിങ്ങൾ ആർജിച്ചെടുക്കേണ്ടതാണ്. 2025 നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കൗട്ട് ആകാതെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾക്കായിട്ടുള്ള ഒരു മെസ്സേജാണ് സ്പെസിഫിക്കലി. അത് ആർക്കൊക്കെയാണ് അത് റെസനേറ്റ് ആയിട്ടുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് കൂടുതൽ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് സക്സസ് എന്നുള്ളൊരു മെസ്സേജാണ്. സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ വിഷമത്തിലാണ് നിങ്ങൾ എന്നുള്ളൊരു എനർജി ഇവിടെ ഉണ്ട്. അതിൻ്റെ സൊല്യൂഷനായിട്ടാണ് സക്സസ് വേണോ എങ്കിൽ ബി സ്റ്റിൽ. യു വോണ്ട് സക്സസ്, ബി സ്റ്റിൽ. സെറ്റ് your goals, heal your negative thoughts. അവിടെയാണ് നിങ്ങൾക്ക് ഈ സ്റ്റിൽനെസ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടായി വരുന്നത്. ആൻഡ് 2026 നിങ്ങളുടെ പ്രോമിനൻറ്റ് തോട്ട് എന്താണ്? മൂഡ് സ്വിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. എങ്കിലും നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് ആണ്. പക്ഷേ ഈ ഹാപ്പിനെസ് അച്ചീവ് ചെയ്യാൻ നിങ്ങളുടെ ലോജിക്ക് കുറച്ച് വർക്ക് ആവില്ല എന്നുള്ളതാണ്. ലോജിക്കലി നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിന് മെറ്റീരിയലിസ്റ്റിക്കൽ സക്സസ് നേടിത്തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ പലപ്പോഴും മനസ്സിന് വേണ്ടത് ഇതൊന്നുമല്ല. ചെറിയ ചെറിയ സന്തോഷങ്ങളായിരിക്കും മനസ്സിന് വേണ്ടത്. നിങ്ങളുടെ വലിയ പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സ് നല്ലതാണ്, മോശമല്ല, അത് വേണം. പക്ഷെ അതായിരിക്കില്ല മനസ്സിൻ്റെ സമാധാനം. അതുകൊണ്ടാണ് പലപ്പോഴും ഒരുപാട് ഉയരങ്ങളിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉള്ളവരും റിച്ച് ആയിട്ടുള്ളവരും അൾട്രാ റിച്ച് ആയിട്ടുള്ളവർക്ക് പോലും ചിലപ്പോൾ സമാധാനം അല്ലെങ്കിൽ ഇന്നർ ബ്ലിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്തതായിട്ട് കാണുന്നത്. അവരുടെ മനസ്സിന് വേണ്ട ചെറിയ കാര്യങ്ങൾ അവർ കൊടുക്കുന്നില്ല. അപ്പം നിങ്ങളുടെ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സിനോടൊപ്പം ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കണം. അതിന് മനസ്സിനെ ശരിക്കും നിങ്ങൾ പഠിക്കണം. മനസ്സിനെ നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ചിലപ്പോൾ കുറച്ച് നേരം ബീച്ചിൽ പോയി വെറുതെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്നത്. അന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു 1 lakh നിങ്ങൾക്ക് ആരെങ്കിലും തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള പൈസ കിട്ടി, നിങ്ങൾക്ക് അല്ലെങ്കിൽ ലക്കി ഡ്രോയിൽ വിൻ ചെയ്തു, നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ വിചാരിക്കുക. നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും. അത് സന്തോഷം തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിന്, ഫീലിങ്സിന്, ഇമോഷന് വേണ്ടതായിട്ടുള്ള കാര്യം കൊടുത്തില്ലെങ്കിൽ
ബാലൻസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് വളരെയധികം മൂഡ് സ്വിങ്സ് ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കും, എൻ്റെ ലൈഫിൽ എനിക്ക് അത്യാവശ്യം എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് സങ്കടം ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നിങ്ങളുടെ ഹാപ്പിനെസ് എന്തിലാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുന്നില്ല. അവിടെയാണ് വിഷയം വരുന്നത്. അത് മനസ്സിലാക്കുക, അത് കൊടുക്കുക. സ്റ്റിൽനെസ്സിൽ നിന്നാണ് അതും നിങ്ങൾക്ക് മനസ്സിലായി വരിക. ആൻഡ് ബി ഓപ്പൺ. ഇറ്റ് ഈസ് ടൈം ടു ഡു വാട്ട് ഗിവ്സ് യു ജോയ്. സന്തോഷം നൽകുന്ന ലിറ്റിൽ ജോയ്സ് ഓഫ് ലൈഫ്. യെസ്, അതാണ് നിങ്ങൾ ആക്ച്വലി കോട്ട് ചെയ്ത് വെക്കേണ്ടത്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ സ്വീറ്റ് നെക്ടറായി മാറുന്നത്. അത് 2026 നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കൽ സക്സസ് അഷ്വേർഡ് ആണ്, അതിനോടൊപ്പം ഇമോഷണൽ സക്സസ് എന്നുണ്ട്. അങ്ങനെയുള്ള ഇമോഷണൽ സക്സസ് നിങ്ങൾക്ക് എവിടെയാണ്, എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു. അതിനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു, ഉണ്ടായി വരുന്നു. അതിന് പേഴ്സണലി നിങ്ങൾ ഈ ഒരു സ്റ്റിൽനെസ്സിൽ നിന്നും വർക്ക് ചെയ്യുക. നമുക്ക് മൂൺ ഇവിടെയും വന്നിട്ടുണ്ട്, മൂൺ ഇവിടെയും വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഫുൾ മൂൺ. സോ ജ്വലിച്ച് നിൽക്കുന്ന ഒരു മൂണാണ്, സ്ട്രോങ് മൂണാണ് വന്നിരിക്കുന്നത്. വിച്ച് മീൻസ് ഹാപ്പിനെസ് അഷ്വേർഡ് ആണ് നിങ്ങൾക്ക് 2026. ആ ഹാപ്പിനെസ് എന്നുള്ളതിനെ നിങ്ങൾ ഒരു തരത്തിലും ചെറിയൊരു പ്രയോറിറ്റിയായി കാണരുത്. അത് പ്രയോറിറ്റി തന്നെയാണ്, ഏറ്റവും അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് തന്നെ നിങ്ങൾ കാണുക എന്നുള്ളൊരു മെസ്സേജ് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു 2026 നിങ്ങളുടെ സോൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ മോസ്റ്റ്ലി എന്തൊക്കെയാണ്? ഫൊർഗീവ്നെസ്, പ്രൈഡ്, ഹെൽത്ത്. ഓക്കെ, ഈ പ്രൈഡ് എന്ന് പറയുന്നതിനെ ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും ഉയർന്ന ആളാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അഭിമാനമുണ്ടാകണം. പക്ഷെ അതിൻ്റെ മാനദണ്ഡം എന്താണെന്നൊന്ന് ചിന്തിക്കേണ്ട ആവശ്യകത ഉണ്ട്. ഐ ലവ് മൈ സെൽഫ് ലവ് ഉണ്ടാവുക. ആ സെൽഫ് ലവിനോടൊപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സന്തോഷവും മറ്റുള്ളവരെയും അവരിൽ നിങ്ങളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി, യഥാർത്ഥ ഹ്യൂമാനിറ്റി ഉണ്ടായി വരുന്നത്. അവരൊക്കെ എന്നെക്കാട്ടിലും ചെറിയ ആളല്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിൽ നിങ്ങൾ അഭിമാനിക്കുമ്പോൾ അത് നിങ്ങൾ എടുത്ത എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനർത്ഥമില്ല നിങ്ങളുടെ കൂടെ കമ്പീറ്റ് ചെയ്തവർ നിങ്ങളെക്കാട്ടിലും ചെറിയവരാണ് എന്ന്. അങ്ങനെ വിചാരിക്കരുത്. എല്ലാം ടെമ്പററി ആണ്. നിങ്ങളെടുത്ത എഫേർട്ടിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, എവിടെയും നിങ്ങൾക്ക് വിജയിക്കാം. അത്രയും എഫേർട്ട് നിങ്ങൾ കൺസിസ്റ്റൻസി കൊടുത്ത് ചെയ്താൽ അപ്പം ആരും നിങ്ങളെക്കാട്ടിലും വലിയവരോ ചെറിയവരോ ആകുന്നില്ല എന്നുള്ള തുല്യത യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്പിരിച്വൽ വ്യക്തിയായി മാറുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് 2026 ഉണ്ടായി വരും. അവിടെയാണ് നിങ്ങൾക്ക് ഈ ഫൊർഗീവ്നെസ്സിൻ്റെ ഫ്രീക്വൻസി ഫൊർഗീവ്നെസ്സിൻ്റെ ഫ്രീക്വൻസിയിൽ എത്താൻ സാധിക്കുന്നതും. എന്നാൽ ഫൊർഗീവ്നെസ്സിൻ്റെ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നത്. ജഡ്ജ്മെൻറ്റ് നമുക്ക് വന്നിരിക്കുകയാണ്. ഓരോ സാഹചര്യത്തിനെയും മനസ്സിലാക്കുന്ന വിധത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ധാർമ്മിക ബോധത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ട് പോവുകയാണ്. അവിടെയാണ് നിങ്ങൾക്ക് ആക്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പുതിയ സംരംഭമൊക്കെ തുടങ്ങുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജാണ്, ഈ പ്രൈഡ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബ്ലാക്ക് മാജിക് എനർജി അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ബ്ലാക്ക് മാജിക്കിനെ റിമൂവ് ചെയ്യാനായിട്ട് പ്രൈഡ് ഫാക്ടർ എടുത്ത് മാറ്റിയാൽ മതി എന്നുള്ള സത്യവും 2026 നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഒരു ഫീലാണ്. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഓക്കെ, ഞാൻ ഈ പോസ്റ്റ് ഇടുമ്പം ഞാൻ എന്തോ ഒരു
എക്സ്ട്രാ ആയിട്ടോ അല്ലെങ്കിൽ സീ ഹൗ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഹൗ ഗുഡ് ഇറ്റ് ഇസ്. അത് വാട്ട് എവർ ദാറ്റ് ഇസ്, അത് നിങ്ങളുടെ ഫോട്ടോയോ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സിറ്റുവേഷൻ്റെ എന്തുമായിക്കൊള്ളട്ടെ, ഐ എം ടു പ്രൗഡ് ഓഫ് വാട്ട് ഐ ഹാവ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഫീല്, പുറമേ നിങ്ങൾ എത്ര ഹമ്പിളായിട്ടിരുന്നാലും ആ ഫീലിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു കാര്യത്തിന് കണ്ണു തട്ടും. നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് ഉണ്ടാവും. അത് നിങ്ങളെ ഒരുപാട് ഈവിളായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും എനിക്ക് കണ്ണ് കിട്ടി. അത് നിങ്ങൾക്ക് കണ്ണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ വിചാരത്തിൽ നിന്നുമാണ് ആ കണ്ണ് തട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും സ്പെഷ്യലാണ് അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുകയാണ്, ഇതിൽ എനിക്ക് അഭിമാനമാണ്, പ്രൈഡാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരും അതേ കണ്ണിലൂടെ അതിനെ കാണും. ഓ, എനിക്കില്ലാത്തത് എന്തോ അവിടെ സ്പെഷ്യലായിട്ടുണ്ട് എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലെ സങ്കടത്തിൽ നിന്നാണ് അത് പറയുന്നത്. അല്ലെ, അവർ നിങ്ങളോട് പറയണമെന്നില്ല, അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓ എൻ്റെ ലൈഫിൽ ഇതില്ലല്ലോ, അവരുടെ ലൈഫിൽ ഇതിങ്ങനെ. ആ തോട്ട് അവരിൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഉള്ളിലെ പ്രൈഡിൽ നിന്നാണ്. യെസ്, ടെലിപ്പതിക്കലി അതങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവണം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം, പക്ഷെ അത് ഹാപ്പിനെസ്സിലാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ എഴുതി വെക്കുകയല്ല, ഐ എം ഷെയറിങ് മൈ ഹാപ്പിനെസ്, നിങ്ങൾ എഴുതി വെക്കുകയല്ല, നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് പ്രൈഡ് ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ ഒന്നുമില്ലാത്തൊരു വ്യക്തിക്ക് പോലും ഇത് കാണുന്ന സമയത്ത് ഓ ഐ ഫീൽ സോ ഹാപ്പി ഫോർ ഹിം അല്ലെങ്കിൽ ഐ ഫീൽ സോ ഹാപ്പി ഫോർ ഹർ എന്നുള്ളത് അവരുടെ മനസ്സിൽ തോന്നുമ്പോൾ നിങ്ങൾക്കത് ബ്ലെസ്സിങ് ആയി വരും. ഇത് അവർക്കൊരു മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ ആയിട്ടും മാറുകയും ചെയ്യും. അപ്പോൾ പ്രൈഡിനെ മോട്ടിവേഷനെ ബ്ലാക്ക് മാജിക് ആക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇൻസ്പിറേഷനെ ബ്ലാക്ക് മാജിക് ആക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് വരുന്ന ബ്ലാക്ക് മാജിക്കുകളെ അവർക്ക് ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആക്കി നിങ്ങളുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരുപാട് വിഷ് ഫുൾഫിൽമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ സ്റ്റിൽനെസ്സിൽ ഇരുന്നുകൊണ്ടാണ് എവിടെയാണ് എനിക്ക് പ്രൈഡ് ഉള്ളത്. അത് വളരെ സട്ടിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അത് എളുപ്പമല്ല. നിങ്ങൾ അത്രയും സ്റ്റില്ലായിട്ടിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് മനസ്സിനോട് ചോദിക്കണം, എനിക്ക് അഭിമാനബോധമാണോ അതോ ഹാപ്പിയാണോ, എൻ്റെ വിജയത്തിൽ ഞാൻ അഭിമാനിക്കുകയാണോ ചെയ്യുന്നത്, ഞാൻ സന്തോഷിക്കുകയാണോ ചെയ്യുന്നത്. സന്തോഷിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അഭിമാനിക്കുകയല്ല ചെയ്യേണ്ടത്. അഭിമാനിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ഞാൻ കുറച്ച് ഉയർന്നു, മറ്റുള്ളവർ എന്നെക്കാട്ടിലും താഴ്ന്നു എന്ന് തന്നെയാണ് അഭിമാനബോധം ഉണ്ടാകുന്നത്. വേറൊരാളുടെ അച്ചീവ്മെൻറ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ അച്ചീവ്മെൻറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോഴും ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറയാതിരിക്കുക. അതിനെ റീപ്ലേസ് ചെയ്ത് ഇങ്ങനെ പറയാം, ഐ എം ഹാപ്പി ഫോർ യു, ഐ എം ഹാപ്പി ഫോർ യുവർ വിൻ, ഐ എം ഹാപ്പി ഫോർ യുവർ സക്സസ്, ഐ എം ഹാപ്പി ഫോർ യുവർ അച്ചീവ്മെൻറ്റ്. നിൻ്റെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു, നിൻ്റെ അഭിമാനത്തിൽ ഞാൻ പങ്കുചേരുകയല്ല ചെയ്യുന്നത്, നിൻ്റെ സന്തോഷത്തിൽ, സംതൃപ്തിയിൽ, സമാധാനത്തിൽ ഞാനും നിൻ്റെ കൂടെ പങ്കുചേരുന്നു എന്നുള്ള ഒരു മെസ്സേജ്. സ്പെഷ്യലി ഇവിടെ റിലേഷൻഷിപ്പുകളിലും പ്രൈഡ് ഫാക്ടർ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഒരു ആഗ്രഹപൂർത്തീകരണം പോലെയുള്ള ഒരു റിലേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും അതിൻ്റെ ഒരു ഹണിമൂൺ പീരീഡിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ പ്രൈഡ് ഫാക്ടർ സംഹൗ മനസ്സിൽ കയറി വരികയും ചെയ്യുന്നുണ്ട്. മനുഷ്യനാണ്, നെഗറ്റീവ് ഇമോഷൻസ് വരാൻ ഈസിയുമാണ്, പക്ഷെ കോൺഷ്യസ്ലി നിങ്ങൾ ആ ഇമോഷനെ എടുത്ത് മാറ്റി വയ്ക്കുക. And the angel guidance for you, angel guidance വരുന്നത് whale and orca elders. Share your song, frequency of sound, diving deep എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഡൈവ് ഇൻ ചെയ്യുക, നിങ്ങളുടെ ഒതൻറ്റിസിറ്റി മനസ്സിലാക്കുക, എന്നിട്ട് ഷെയർ യുവർ യുണീക്ക്നെസ്. The world needs your perspective. The universe needs your song, your own unique song. അപ്പോൾ നിങ്ങളുടെ ഒതൻറ്റിസിറ്റി, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ സിഗ്നേച്ചർ ഒതൻറ്റിക് ആയിട്ട് നിങ്ങൾ
യൂണിവേഴ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? പ്രൈഡിലല്ല, ഹാപ്പിനെസ്സിലാണ് കൊടുക്കേണ്ടത്. അതായത് ഷെയർ വിത്ത് ഹയർ ഫ്രീക്വൻസി. ലോവർ ഫ്രീക്വൻസിയിലാണ് പ്രൈഡ് ഫാക്ടർ വരുന്നത്. അപ്പോൾ ഹയർ ഫ്രീക്വൻസിയിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. ആൻഡ് നിങ്ങളുടെ സെൽഫ് ലവിന് വേണ്ടിയിട്ട് 2026 മെസ്സേജ്, യു ഡിസേർവ് ടു റെസ്റ്റ് അണ്ടിൽ യു ഫീൽ റിസ്റ്റോർഡ്. മൂഡ് സ്വിങ്സ് ഒരുപാട് ഉണ്ടായി വരുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഓരോ തവണയും മനസ്സ് അസ്വസ്ഥമായി തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കുക. എന്നിട്ട് പരിപൂർണമായി നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആയതിന് ശേഷം മാത്രം പുതിയൊരു സാഹചര്യത്തിലേക്ക് കടക്കുക. ഏതെങ്കിലും വ്യക്തികളെ മീറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾ വേറൊരു എനർജി നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി കോൺഷ്യസ്ലി നെഗറ്റീവ് ആണെങ്കിൽ മാറ്റിക്കളഞ്ഞ് നിങ്ങളായി ഓക്കെ, ഐ ഫീൽ മൈസെൽഫ് അഗെയിൻ എന്ന് സ്വയം പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ ആ സാഹചര്യങ്ങളിലേക്ക് കടക്കുക. ആ ഒരു റെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സെൽഫ് പാമ്പറിങ്. ഓക്കെ, യെസ്, ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ലവ്ഡ് വൺസ്. ഈ ഒരു മെസ്സേജ് പർട്ടിക്കുലർലി റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിലും അത് കമൻറ്റിൽ എടുത്തു അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ആൻഡ് സൈക്കോളജിക്കൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ, until then, never miss an episode. All of you all take care. Love you all. Bye bye.